ആളുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിലേക്ക് യാത്ര തിരിച്ചു എന്ന വാർത്ത വരികയാണ്. 12 മണിക്കൂറുകൾക്ക് ശേഷമാണ് നാട്ടിൽ ഓണക്കാലത്ത് എത്തേണ്ട ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവസാനം ആ തീരുമാനമെടുത്ത് കേരളത്തിലേക്ക് പറന്നത്. കൊച്ചിയിലേക്കാണ് വരുന്ന വിമാനം. വിനീത വി ജി കൂടി നമുക്കൊപ്പം ചേരുന്നു. വിനീത, എന്തായാലും ഈ വിമാനം അവിടുന്ന് പറക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. വിമാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു യാത്രികൻ അയച്ചു തന്ന മൊബൈലിൽ പകർത്തിയ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വിനീത, ആ സന്തോഷ വാർത്ത പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവെച്ചോളൂ. തീർച്ചയായും എസ്കെയിൻ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒടുവിൽ മലയാളികൾക്കുൾപ്പെടെ അവരുടെ നാടുകളിലേക്ക് എത്താം എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് വാർത്ത ലഭിച്ചിരിക്കുന്നത്. ആ വിമാനം ഇതാ പുറപ്പെടുകയാണ്. നേരത്തെ തന്നെ നമ്മൾ ആ പ്രതിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവർ വലിയ രീതിയിൽ ആശങ്കയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഓണനാളുകളാണ്, പലരും വീടുകളിലേക്ക് എത്രയും വേഗം എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ്. ഈ ലീവിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ഒരുപക്ഷെ ഈ ഉത്രാടത്തലേന്നെങ്കിലും വീട് പിടിക്കണമെന്ന് ആഗ്രഹിച്ച് അതും വലിയ തുകയൊക്കെ മുടക്കി ടിക്കറ്റ് എടുത്ത് നാടുകളിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തിയ പല ആളുകളുമാണ് ഇന്ന് പ്രതിസന്ധിയിലായത്. കാരണം ഇന്നലെ 8:55 പുറപ്പെടേണ്ടിയിരുന്ന വിമാനം അത് 1 മണിക്ക് പുറപ്പെടുമെന്ന് പറയുന്നു. എന്നിട്ടും വിമാനം പുറപ്പെട്ടിട്ടില്ല. പിന്നീട് 6 മണിയിലേക്ക് വരാൻ യാത്രക്കാരോട് അവർ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ 6 മണി മുതൽ എത്തിയ യാത്രക്കാരാണ് ആ എയർപോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിലൊരു യാത്രക്കാരൻ നമ്മളോട് പങ്കുവച്ച ദൃശ്യമാണത്. ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഒടുവിൽ ഞങ്ങളുടെ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ നാട്ടിലേക്കുള്ള യാത്രയിലാണ്, വളരെയധികം സന്തോഷമെന്നാണ് അദ്ദേഹം അതിൽ പ്രതികരിച്ചിരിക്കുന്നത്. നമുക്കും അത് സന്തോഷം തന്നെയാണ്. കാരണം മലയാളികൾ ഉൾപ്പെടെ എത്രയും വേഗം നാടുകളിലേക്ക് എത്തട്ടെ എന്നുള്ളത് തന്നെയാണ്. കാരണം നാളെ ഓണമാണ്, ഇന്ന് ഉത്രാടമാണ്. അവർ വാങ്ങിയിരിക്കുന്ന ഓണക്കോടികൾ, അവരുടെ സമ്മാനങ്ങളൊക്കെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ നൽകേണ്ടതായിട്ടുണ്ട്. പക്ഷേ എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരെ പൂർണ്ണമായും വലയ്ക്കുന്ന ഒരു നടപടി തന്നെയായിരുന്നു ഇന്ന് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വലിയ തുകയൊക്കെ മുടക്കി ടിക്കറ്റ് എടുക്കുന്ന ആളുകൾ അവർ എത്രയും വേഗം നാടുകളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുമ്പോഴും എയർ ഇന്ത്യ വലിയ രീതിയിലാണ് അവരെ ഇന്ന് ബുദ്ധിമുട്ടിച്ചുണ്ടായിരുന്നത്. പക്ഷേ എന്താണ് ഇങ്ങനെ ഈ വൈകുന്നതിനുള്ള ഒരു കാരണം എന്നത് പോലും വ്യക്തമാക്കാൻ അധികൃതർ തയ്യാറായിട്ടുമില്ലായിരുന്നു. എസ്കെയിൻ. ഓക്കെ വിനീത വിജി, താങ്ക് യു. എന്തായാലും ഇത്രയധികം മണിക്കൂറുകളൊക്കെ വൈകി ഒരു വിമാനം ഓടുക എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കണക്കൂട്ടലായിരിക്കും ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ ആളുകൾ വരുന്നത്.